എങ്കിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. ഇന്നത്തെ പാർട്ടിയിൽ വെച്ച് പ്രഖ്യാപിക്കുമല്ലോ നിന്റെ ഭാവി വരനെ. നീ പറഞ്ഞത് വെച്ച് മോതിരമാറ്റവും നടക്കും. പക്ഷെ കല്യാണത്തിന് കുറച്ചു ദിവസം ബാക്കിയുണ്ടാവുമല്ലോ. അതിനിടയിൽ നിങ്ങൾക്ക് പരിചയപ്പെടാനും അടുത്ത് സംസാരിക്കാനൊക്കെ അവസരം കിട്ടുമല്ലോ. അതിനിടയിൽ നീ അവന് നിന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കണം. അതെ, നീയായിട്ട് കല്യാണത്തിൽ നിന്ന് പിന്മാറണ്ട. അവൻ 4 കാലും പറിച്ചു കൊടുക്കോളൂ. കല്യാണം മുടങ്ങിയെന്നുള്ള സഹതാപത്തിൽ നിനക്കിവിടെ വീണ്ടും കടിച്ചു തൂങ്ങുകയും ചെയ്യാം. അത് തന്നെയാ ശരിയായ വഴി. വരട്ടെ അവനിങ്ങോട്ടാ. ഇവിടെ എടുക്കുന്ന ഓരോ ഫോട്ടോ അമ്പര ചുംബികളായിരിക്കണം. എന്ന് വെച്ചാ എന്താ ഗുരു? എടാ, പുതിയൊരു വാക്ക് കിട്ടിയപ്പോ ഞാൻ പറഞ്ഞതാണ്. അതായത് ഒരു എടുപ്പ് വേണമെന്ന്. മനസ്സിലാ? എന്നാ പിന്നെ പ്ലച്ചനിരിക്കണമെന്ന് മലയാളത്തിൽ അങ്ങ് പറഞ്ഞാ പോരെ. നിന്നെ പോലെ ഹിന്ദി അറിയാത്തവർക്ക് അങ്ങനെയും പറയാം. പ്ലച്ചനിരിക്കണം കേട്ടാ. നീ ശാലിനോട് ചോദിച്ചൊന്നും അല്ലല്ലോ, അവരോട് ചോദിച്ചത് അല്ലേ? എന്ത്? പ്രീതി എന്നോട് പറഞ്ഞു. എടാ നാണക്കേടാടാ. അച്ഛാ, അങ്ങനെയൊന്നുമില്ല. നീ കൂടുതലൊന്നും പറയണ്ട. ദേ, കുടുംബത്തിന്റെ അഭിമാനം പോകുന്ന കാര്യമാണേ, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പിള്ളേ എന്നെ മാറ്റിയെടുത്ത വാ. പിള്ളച്ചേട്ടൻ പറഞ്ഞു. എന്താടാ? ഒന്നുമില്ല, അച്ഛപത്ത് പിച്ചുമ്പയും പറയാ. ഹലോ. വന്നു. രോഹിത്, ഹായ് അമ്മ നമസ്കാരം. ദേ, എല്ലാരും നിങ്ങളവിടെ കാത്തിരിക്കുക. അതെ, കുഞ്ഞിനെ അവിടെ തിരക്കുന്നു. ഞാനിപ്പോ വരാം. പിന്നെ എന്നാലും അത് വേണ്ടായിരുന്നു. ഏത്? ശാലിനി കുഞ്ഞിനോട് ചോദിച്ചൊന്നും ഇവിടെ കിട്ടില്ല. എന്താ? ഒന്നുമില്ല, അത് വെറുതെ എന്തൊക്കെയോ. ഇവരെ കൊണ്ടുപോ. വരൂ. ചെന്നാട്ടെ ചെന്നാമേ. ദൈവമേ, ഇവിടുത്തെ ചള കൊളാക്കൊല്ലോ. ആരെങ്കിലും കേട്ടാ? സത്യമേ, സുസ്മിതയെ വിളിക്കട്ടെ? വിളിച്ചോ. തല മാറ്റിയാ?
വാ. എന്താ വരാൻ വൈകിയേ? അത് ഞങ്ങള് ഇരിക്കട്ടാ. മോനെ വാ, ഇരിക്കേ ഇരിക്കടാ. വാ അമ്മ, ഇവിടെ ഇരിക്കാം. ഇരിക്കേ, അമ്മ ഇങ്ങോട്ടിരുന്നോ. ഇവിടൊക്കെ ഇരിക്കാവോ മോനെ? അമ്മ ധൈര്യമായിട്ടിരുന്നോ. ഇന്ന് നമ്മൾ ഇവിടുത്തെ വിശിഷ്ടാതിഥികള്. അങ്ങനെ തന്നെയാ സംഭവിക്കേണ്ടത്. അതല്ലെങ്കിലും ഞാൻ ചിലത് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഇരിക്കേ അമ്മ, ഇരിക്കേ. എന്നാലും ആന്റി മനസ്സിൽ കണ്ടിരിക്കുന്നത് ആരായിരിക്കും ആലോചിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യട്ടെ സുസ്മിതേ? മെന്റൽ ഹോസ്പിറ്റലിൽ. നീ എപ്പോ വന്നു? ആഹാ, ഏത് ഭ്രാന്തിലും നീ എന്നെ തിരിച്ചറിയല്ലോ സുസ്മിതേ. ഞാൻ വന്നിട്ടേ വർഷം കുറേ ആയി. പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ അത് നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. നിന്റെ സമയം അടുത്ത് സുസ്മിതേ. എന്നുവച്ചാ? ആന്റി നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അതിന് എല്ലാവരും എത്തിയോ? എല്ലാവരും എന്ന് വെച്ചാ നീ ആരെ ഉദ്ദേശിച്ചേ? നിന്റെ ഭാവി ഭർത്താവിനെയാ? ഛേ, ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. എന്തായാലും നീ വാ. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് ഗിഫ്റ്റുകൾ കാത്തിരിപ്പുണ്ട്. നീ വാ. നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. ശരി. അയ്യോ, എന്താടി? ഞാൻ നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നോക്കിയതാ. പേടിച്ച് നിൽക്കുമ്പോഴാണോ പുറകിന്ന് വന്ന് ആശ്വസിപ്പിക്കുന്നേ? സോറി, ഞാനത് ഓർത്തില്ല. നീ എന്ത് പറയാനാ വന്നേ? ആകെ കുഴപ്പമായിന്ന് തോന്നിന്ന് പറയാൻ. പൊടി, ഇങ്ങനെയാണോ ആശ്വസിപ്പിക്കുന്നേ? ഇവള് പറയുന്നത് ശരിയാണെന്നാ എനിക്കും തോന്നുന്നത്. സംതിങ് ഈസ് റോങ്. ശാലിനിയുടെ ഓവർ കോൺഫിഡൻസ് ഒരു അപായ മുന്നറിയിപ്പാ. ശരിയാ, പക്ഷേ ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. ഗുരു, എന്താടാ? കൈ വിറയ്ക്കുന്നു. ആ, അത് പണിയറിയാത്തോണ്ടാ. ക്യാമറ കൈ കൊണ്ട് തുടങ്ങുമ്പോ എനിക്കുണ്ട് ഈ വിറയല്. ഇതല്ല ഗുരു. പിന്നെ രണ്ടെണ്ണം അടിച്ചാലേ ശരിയാവും, അല്ലാതെ ഒരു രക്ഷയില്ല. ഇക്കാര്യത്തിലും ഗുരു തന്നെയല്ലേ എന്റെ ഗുരുനാഥൻ? എടാ, സാധാരണ ഇത്തരം പാർട്ടിക്കൊക്കെ പിന്നാമ്പുറത്ത് ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ഇവിടെ അത് പ്രതീക്ഷിക്കണ്ട. അടിയും പിടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. വെള്ളമടിയുടെ കാര്യത്തിൽ സത്യാമ്മയുടെ മകൻ വിഷ്ണു ഒരു മൊണ്ണയാടാ, മൊണ്ണ. അപ്പൊ രക്ഷയില്ലല്ലേ? തീരെ രക്ഷയില്ല എന്നല്ല, ഇവിടുത്തെ ജോലിക്കാരാരെങ്കിലും സാധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഷെയർ ഇട്ടുകൂടാ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. പിന്നെ കിട്ടി എന്നെ കൂടെ വിളിക്കണം. ഓ, അനിയ, ഇതൊന്ന് നോക്കിയോളേ. ഇപ്പൊ വരാം. സുസ്മിത വന്നില്ലേ?
ഇതാ വരുന്നു എന്ന് പറഞ്ഞു. കഷ്ടമാണിത്. ഇപ്പൊ എന്താ ചെയ്യാ? ആരൊക്കെ വരുന്നുണ്ട്? എന്തെങ്കിലും ചെയ്യണല്ലോ. ഐഡിയ. ഇതിങ്ങനെ തലവഴി ചുറ്റിക്കെട്ടിയാലേ പെട്ടെന്ന് ആരും തിരിച്ചറിയില്ല. അയ്യോ ദൈവം. കണ്ടിട്ടതൊരു ജോലിക്കാരാണെന്ന് തോന്നുന്നു. എന്റെ അമ്മ എന്നെയാണോ മിണ്ടാനും വയ്യല്ലോ. നിന്നെ തന്നെ. നീ ഇവിടെ ജോലിക്കൊന്നല്ലേ? രക്ഷപ്പെട്ട്. അതെ. നിന്റെ സാധനം വല്ലതും ഉണ്ടാ? എന്ത് സാധനം? കുപ്പി. കുപ്പിയാ? ഉണ്ടെന്ന് വാർന്ന് പറയടാ. ഇവിടുത്തെ വിഷ്ണു ഒരു മൊണ്ണയാണെന്നാ ഗുരു എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാ നിന്നോടൊക്കെ ചോദിക്കുന്നത്. അയ്യോ അയ്യോ വിഷ്ണു പക്ഷേ എന്താടാ? മതിയേ. എന്തോന്നാലും വേണ്ടില്ല, നേരിട്ട് തന്നെ കാര്യം. രണ്ടെണ്ണം അടിക്കണമെന്ന് ആഗ്രഹിച്ചുള്ളൂ. ഇതിപ്പോ 5-6 കിട്ടി. തികഞ്ഞു. അയ്യോ ഇനി വയ്യ, ഗുരുവിന്റെ വക വേറെയും കിട്ടും. ഗുരുവേ. ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക്സ് ആൻറ്റി. മോളെ അമ്മ ഹാപ്പി ബർത്ത്ഡേ. എവിടെയായിരുന്നു ഇതുവരെ? ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. എന്നെ കൊണ്ടൊന്നും പറയണ്ട, മനുഷ്യനെ വെറുതെ. താങ്ക്സ് ഉണ്ടേ. ഇങ്ങെടുക്കുക. കിട്ടിയാ? കിട്ടി. എനിക്കുള്ളത് ഗുരുവിനുള്ളത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഗുരുത്തുള്ള ശിഷ്യന്മാര്. മോള് വാ. ഇങ്ങോട്ട് വരാൻ. എവിടെയെങ്കിലും ഇലയിട്ട് വിളിച്ച ഒരു മടിയില്ലാതെ കൈ കഴുകി ഇറങ്ങിക്കോളൂ. നാണം കെട്ട വർഗം. One minute. Silence, please. ഈ പാർട്ടിക്ക് കാരണം സുസ്മിതയുടെ ബർത്ത്ഡേ മാത്രമല്ല, സുസ്മിതയുടെ ജീവിതത്തിലെ നാഴികക്കല്ലാവുന്ന
ഒരു മുഹൂർത്തത്തിന് കൂടി നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇവളുടെ ചില സങ്കടങ്ങൾക്ക് ഒരു പരിധിവരെ കാരണക്കാരി ഞാനാ. ആ കുറ്റബോധം ഇത്രയും നാളും എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിന് ഞാനിവിടെ പാപപരിഹാരം ചെയ്യുകയാണ്. സുസ്മിതയ്ക്ക് ഏറ്റവും യോഗ്യനായ ഇവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട വരനെ ഞാനിവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് ചുമ്മാ സസ്പെൻസ് ഇടാതെ ആളുടെ പേര് പറയാണ്ടി. ടെൻഷൻ ആവണ്ട മോളെ, നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആള് തന്നെയാ. വിഷ്ണു ഏട്ടനോ? അത് മറ്റാരുമല്ല. ഓ, ഇവരെ കൊണ്ട് തോറ്റു. അത് നമ്മുടെ രോഹിത്. വാമേ. എന്താ മോളെ, സന്തോഷായില്ലേ? അല്ല ഭാമേ, ഇതിവിടുത്തെ ഡ്രൈവറല്ലേ? ഇപ്പൊ ചെയ്യുന്ന ജോലിയിലല്ല കാര്യം. പഠിപ്പും വിവരവും സംസ്കാരവും വിവേകമുള്ള ആളാ രോഹിത്. പണത്തിന്റെയോ പദവിയുടെ കുറവുണ്ടെങ്കിൽ അതീ സത്യഭാമ നികത്തും. എന്താ, നിനക്ക് ടെൻഷനുണ്ടോ സാറിലെ? അല്ലെങ്കിലും ഭാമ സുസ്മിതയ്ക്ക് ദോഷമൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. കാശ് കിട്ടുന്നു വന്നപ്പോ അമ്മയും പറഞ്ഞു. ദാസേട്ടാ, എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? ഈ പയ്യനെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഓ, അങ്ങേരാണെങ്കിൽ അതിനപ്പുറം. അപ്പോ
നമുക്കിനി ചടങ്ങിലേക്ക് കടക്കാം. അല്ല ആന്റി, എനിക്ക് നീ ഒന്നും പറയണ്ട. നീ പോലും അറിയാതെ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിന്റെ മനസ്സിൽ പ്രണയം ഉണ്ടാകുന്നതും നിനക്കുണ്ടായ രൂപമാറ്റങ്ങളും. എന്ത് തേങ്ങ ഉണ്ടായെന്ന് ഇവരീ പറയുന്നേ?